വയനാട് സുഗന്ധഗിരി വനം കൊള്ളയിൽ കൂടുതൽ പേർക്കെതിരെ നടപടി. DFO ഷജിന കരീം ഉൾപ്പെടെ 2 പേരെ വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തു. മരമുറിക്കാർക്ക് ഒത്താശ ചെയ്തു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്നലെ റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഈ സുഗന്ധഗിരി മരമുറിയിൽ കടുത്ത നടപടികളാണല്ലോ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും DFO അടക്കം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഒന്നടങ്കം നിന്നുകൊണ്ട്, ഒരു വിഭാഗം ഉദ്യോഗസ്ഥ വൃന്ദം ഒന്നടങ്കം നിന്നുകൊണ്ട് ഒരു വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് 18 പേരുടെ പേര് പറഞ്ഞുകൊണ്ട്, DFO മുതൽ വാച്ചർ വരെയുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വനം മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, വനം വകുപ്പിലെ വാച്ചർ ഉൾപ്പെടെ DFO വരെ ഇതിൽ പങ്കാളിയായി എന്നുള്ളത്. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് കടന്നു. ഇപ്പോൾ DFO M ഷജിന കരീമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ സജീവൻ M, അതുപോലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി, ഇവരെയാണ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്, സൗത്ത് വയനാട് DFO, നോർത്ത് വയനാട് DFOൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് വനം കൊള്ളയ്ക്ക് സാഹചര്യമൊരുക്കി, മറ്റൊന്ന് സർക്കാർ താല്പര്യം സംരക്ഷിക്കാതെയുള്ള ഗുരുതര കൃത്യവിലോപം എന്ന് കൃത്യമായി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, ഷജിന കരീമിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാർട്ടിൻ ലോവലിന് ചുമതല നൽകിക്കൊണ്ടാണ് ഉത്തരവ്. ഇതുകൂടാതെ അവിടെയുള്ള ഈ ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ പ്രവർത്തനം ഏതെങ്കിലും രീതിയിൽ വനം വകുപ്പിലെ ടെറിട്ടറി ഉദ്യോഗസ്ഥർ അഴിമതിക്ക് കൂട്ടുനിന്നാൽ അത് കണ്ടെത്തേണ്ടവരാണ് ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ. എന്നാൽ ഫ്ലൈയിങ് സ്ക്വാഡും വീഴ്ച വരുത്തി എന്നുള്ളതുകൊണ്ട് ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടിയെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഷജിന മുതൽ DFO മുതൽ വാച്ചർ വരെ ഇതിൽ പങ്കാളികളായിരുന്നു എന്ന് നേരത്തെ വനമന്ത്രി പറഞ്ഞിരുന്നു. ഇന്നലെയാണ് അവിടുത്തെ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീത്തുവിനെ സസ്പെൻഡ് ചെയ്തത്. കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കാനുള്ള പ്രധാന കാരണം, ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഒന്നടങ്കം, ഒരു വിഭാഗം ഉദ്യോഗസ്ഥ വൃന്ദം ഏറ്റവും മുകൾത്തട്ട്, അതായത് ജില്ലാ വനം വകുപ്പ് മേധാവിയായ DFO മുതൽ വാച്ചർ വരെയുള്ള ഒരു ശൃംഖല ഒരു വലിയ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് സർക്കാരിന് മനസ്സിലായത്. സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ വിജിലൻസ് ഇൻ്റലിജൻസിൻ്റെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു, രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു വനം മന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ വടക്കേ മലബാറിലുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ വളരെ നിർണായകമായിരുന്നു. അതായത് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന 20 മരങ്ങൾ മുറിക്കാൻ വേണ്ടി പെർമിറ്റ് നൽകുന്നു. ആ മരമുറിയുടെ മറവിൽ, പെർമിറ്റിൻ്റെ മറവിൽ 126 വലിയ മരങ്ങൾ, മന്ത്രിയുടെ തന്നെ പദം കടമെടുത്താൽ കോടികളുടെ മരം വെട്ടിക്കടത്തി നീക്കുന്നതിന് കൂട്ടുനിന്നു. അത്തരമൊരു കുറ്റകൃത്യമാണ് വനംവകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ചെയ്തത്. സാധാരണഗതിയിൽ വനംവകുപ്പിൽ ഒരു വലിയ രീതിയിലുള്ള കൊള്ള നടന്നാൽ, വനം കൊള്ള നടന്നാൽ, താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് നടപടി ഒതുങ്ങുകയും മേലേക്കിടയിലുള്ളവർ രക്ഷപ്പെടുകയുമാണ് പതിവ്. എന്നാൽ ഈ കാര്യത്തിൽ വനം വിജിലൻസ് മേധാവി ശക്തമായ രീതിയിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്തതുകൊണ്ടാണ് സർക്കാർ, പ്രത്യേകിച്ച് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഈ കാര്യത്തിൽ കടുത്ത നിലപാടെടുക്കുകയും സസ്പെൻഷൻ നടപടിയിലേക്ക് തന്നെ പോവുകയും ഉണ്ടായത്. വേണു, ശരി. സുഗന്ധഗിരി വനം കൊള്ളയിൽ DFOയ്ക്കടക്കം സസ്പെൻഷൻ. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നും നൽകിയത്.